പ്രഭാതം പൊട്ടിവിടരുകയാണ്. പക്ഷേ നിങ്ങൾക്ക് കിളികളുടെ സംസാരം, കിളികളുടെ കളകളാ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇത് കുറ്റൂർ പാടമാണ്. ഒരു കാലത്ത്, എൻ്റെ കുട്ടിക്കാലത്ത് ഈ പാടത്തിലൂടെയായിരുന്നു, ഈ പാടം മുറിച്ച് കടന്നുകൊണ്ടായിരുന്നു ഞങ്ങൾ കുറ്റൂർ KMHS ഹൈസ്കൂളിലേക്ക് പഠിക്കാൻ വേണ്ടി പോയിരുന്നത്. ഞങ്ങളുടെ പാക്കടപ്രായയെപ്പറ്റി പറയുമ്പോൾ ചുറ്റുഭാഗവും 3 ഭാഗവും വയലിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ കുറ്റൂർ പാടം. ഈ പാടത്തിന് പറയുന്ന പേര് കുറ്റൂർ പാടം എന്നാണ്. ഇതിങ്ങനെ പോയി പിന്നെ നേരെ കൂരിയാട് ഹൈവേ അങ്ങനെ ചുറ്റി ഇത് പിന്നീട് ഈ പാടത്തിൻ്റെ പേര് മാറി വേങ്ങരയുടെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് വേങ്ങരപ്പാടം എന്നാണ് അറിയപ്പെടുക. കുറ്റൂർ പാടം, വേങ്ങരപ്പാടം. ഈ കുറ്റൂർ പാടത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് തെക്ക് ഭാഗത്ത് വേങ്ങരപ്പാടമാണ്. അപ്പോൾ ഈ പാക്കടപ്രായ എന്ന പ്രദേശത്തെ പറ്റി പറയുമ്പോൾ 3 ഭാഗവും വയലിനാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. മുമ്പൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഇവിടെ വന്ന് നിന്നാൽ ഇഷ്ടം പോലെ കിളികൾ, ഇവിടെ ശബ്ദം, കളകളാ ശബ്ദം. ഇപ്പോൾ ഒരു പ്രഭാത സമയമാണല്ലോ. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ കുറച്ച് മാത്രമല്ലേ കിളികളുടെ സംസാരം, കിളികളുടെ പാട്ട്, കിളികളുടെ ശബ്ദം, കളകളാ ശബ്ദം. ഒരു പ്രഭാതം പൊട്ടി വിടരുന്ന സമയമല്ല ഇപ്പോൾ. എന്തെല്ലാം കിളികളുടെ ശബ്ദം കേൾക്കേണ്ട സമയമാണ്. പക്ഷെ വളരെ കുറച്ച് മാത്രമല്ല നിങ്ങൾ കേൾക്കുന്നുള്ളൂ. എന്താണ് കാരണം? ബയോളജിയിൽ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ പഠിപ്പിച്ച സംഗതിയാണത്. അതായത് മനുഷ്യൻ്റെ കൈകടത്തൽ മൂലം മരങ്ങളും അതുപോലെ കാടുകളുമൊക്കെ നശിപ്പിച്ചത് കാരണത്താൽ എന്താണ് സംഭവിച്ചത്? കിളികൾക്ക്, പക്ഷികൾക്ക് അവയുടെ വാസസ്ഥലം നഷ്ടപ്പെട്ടു. ധാരാളം മരങ്ങളുണ്ടായിരുന്ന പ്രദേശമായിരുന്നു ഇവിടെ. ഇപ്പോൾ ഈ പ്രദേശത്തൊക്കെ ധാരാളം വീടുകൾ വന്നു. ഒരുപാട് വലിയ വലിയ മരങ്ങൾ, ഇത് നിങ്ങൾ കാണുന്നത് തെങ്ങാണ്. ഇതല്ലാത്ത അപ്പുറത്ത് ഒരുപാട് വലിയ വലിയ മരങ്ങളൊക്കെ നശിപ്പിച്ചു. ഈ മരങ്ങളിൽ വസിച്ചിരുന്ന കിളികൾ, പക്ഷികൾ, അവയൊക്കെ ഒരുപാട് എണ്ണം വംശനാശ ഭീഷണിയുടെ വക്കിലാണ്. അവയൊക്കെ വംശനാശം സംഭവിച്ചു എന്നല്ല, അവിടെ എണ്ണം വളരെയധികം കുറഞ്ഞു വന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ പള്ളി ഞാൻ കാണിച്ചു തരാം. ഒരു ശ്രാമ്പി എന്ന് പറയും, നിസ്കാരപ്പള്ളിയാണ്. ഈ പള്ളി പണ്ട് കാലത്ത് ഈ പള്ളിയൊക്കെ വലിയ പള്ളിയാണ്. ഈ പള്ളിക്ക് പറയുന്ന പേര് കുയ്യമ്മണ്ണ് എന്നാണ്. കുയ്യമ്മണ്ണിലെ പള്ളി എന്നാണ് പറയുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ ഏകദേശം അടുത്താണ്, കുറച്ചിങ്ങ് നടക്കാനുള്ളൂ. ഈ പള്ളി ഇവിടെയുള്ള ആളുകൾക്ക് പണ്ട് കാലത്ത് ഇപ്പോഴും നിസ്കരിക്കാനുള്ള ഒരു ചെറിയ കേന്ദ്രമാണ്. പക്ഷേ പിന്നെ വേറൊന്ന്, ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത് എൻ്റെ ഉപ്പയുടെ പിതാവ്, എൻ്റെ ഉമ്മയുടെ വല്ലിപ്പ കുറ്റൂർ കമ്മുണ്ണി മുസ്ലിയാർ എന്ന മഹാനരാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത്. അക്കാലത്ത് മാത്രമല്ല, അവരെപ്പറ്റി ആളുകളുടെ ഇടയിൽ വലിയ മഹാനരാണ് എന്ന ഒരു ശ്രുതി ഉണ്ട്. പല അനുഭവങ്ങളും ആളുകൾക്ക് ഉള്ളത് കൊണ്ടാണത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുട്ടിക്കാലത്തെ ഗൃഹാതുരത്വം, നൊസ്റ്റാൾജിയ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് വന്നത്. ഈ കുറ്റൂർ പാടം ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത്, കുറ്റൂർ നോർത്ത് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ഈ കുറ്റൂർ പാടം ക്രോസ് ചെയ്തുകൊണ്ടായിരുന്നു ഞങ്ങൾ കുറ്റൂർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അതോർക്കുമ്പോൾ ഒരു പ്രത്യേക നൊസ്റ്റാൾജിയ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അതെല്ലാവർക്കും അങ്ങനെയാണല്ലോ. ചെറുപ്പത്തിൽ പഠിച്ച സ്കൂളും മദ്രസയും
അക്കാലത്തെ ആ പഠന ആ അനുഭവങ്ങളും അക്കാലത്തൊക്കെ നല്ല അടിക്ക് യാതൊരു കുറവുണ്ടായിരുന്നില്ല അക്കാലത്ത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു, നന്നായി പഠിക്കുമായിരുന്നു. ഇന്നിപ്പോൾ നിയമങ്ങളൊക്കെ മാറി വന്നു. ഇത് പറയുമ്പോൾ കുട്ടികളോട് ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളൊരിക്കലും നമ്മുടെ ഗുരുനാഥന്മാരോട് മോശമായി സംസാരിക്കരുത്. ഗുരുനാഥന്മാർക്ക് മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ. ഗുരുനാഥന്മാർക്ക് വലിയ സ്ഥാനമാണ് സമൂഹത്തിലുള്ളത്. മാതാവിനെയും പിതാവിനെയും ഗുരുവിനെ ദൈവത്തിൻ്റെ അടുത്താണ് പറഞ്ഞത്. മാതാപിതാ ഗുരു ദൈവം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ നന്നാകാൻ വേണ്ടി നമ്മളെ ഗുരുനാഥന്മാർ ചെറിയ രൂപത്തിൽ നമ്മളെ ശിക്ഷിക്കുമ്പോൾ അതൊന്നും വലിയ കാര്യമാക്കരുത്. നമുക്ക് വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഒരു കാര്യം നമ്മൾ ഓർക്കുക, ഒരു മരം നമ്മൾ മുറിക്കുകയാണെങ്കിൽ 10 മരം അതിന് പകരമായി നമ്മൾ വെച്ച് പിടിപ്പിച്ചേ പറ്റൂ. 10 മരം കയ്യില്ലെങ്കിൽ, മരത്തിൻ്റെ തൈകൾ കഴിയില്ലെങ്കിൽ, കഴിയുന്നത് പരമാവധി ഒരു വലിയ മരം മുറിക്കുമ്പോൾ എന്തെങ്കിലും വികസനത്തിന് വേണ്ടി, റോഡിന് വേണ്ടി, കെട്ടിടമുണ്ടാക്കാൻ വേണ്ടി, വീട് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ നമുക്ക് മരം മുറിക്കേണ്ടി വരികയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നിർബന്ധിതനാകുകയാണെങ്കിൽ, ഒരു മരം മുറിക്കുമ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്, സുസ്ഥിര വികസനത്തിനൊരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു മരം മുറിക്കുകയാണെങ്കിൽ പകരം നമ്മൾ 10 തൈകൾ നടുമ്പോഴാണ്, മരത്തിൻ്റെ തൈകൾ നടുമ്പോഴാണ് അത് സുസ്ഥിര വികസനമായി മാറുന്നത്. വികസനത്തിന് വേണ്ടി ചിലപ്പോൾ മരങ്ങൾ മുറിക്കേണ്ടി വരും. പക്ഷേ ആ നഷ്ടം നമ്മൾ നികത്തണം. അപ്പോഴാണത് സുസ്ഥിരമായ വികസനമായി മാറുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഞാൻ പഠിച്ച, അവിടെ തുറന്നിട്ടുണ്ടോയെന്ന് അറിയില്ല, ഞാൻ പഠിച്ചിരുന്ന എൻ്റെ LP സ്കൂൾ, പഴയ കാലത്തെ LP സ്കൂൾ കെട്ടിടം ഇപ്പോഴുമുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.